ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പൈസി ഹോട്ട് ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ചെറുതായി അരിഞ്ഞ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കവർ ചെയ്ത് വെക്കാം. നമ്മുടെ ചിക്കൻ 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനായി കോട്ടിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിൽ മൈദ പൊടി, അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും കവർ ചെയ്തെടുക്കാം. നമ്മളിവിടെ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ചിക്കനും നമ്മൾക്കിതുപോലെ കവർ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇനി ചിക്കനിലേക്കുള്ള സ്പെഷ്യൽ സോസ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസ് ഒഴിച്ചാലും മതി. കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് തേൻ ചേർക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനും നമ്മുടെ സോസും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സ്പൈസി ഹണി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക.